ഹായ് ഫ്രണ്ട്സ്, തമിഴ്നാട്ടിലെ വിശേഷങ്ങളിൽ പാർട്ട് 2 ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇന്നലത്തെ വീഡിയോയിൽ വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. വൈകിട്ടത്തെ വ്യൂ ഒക്കെ കണ്ടായിരുന്നോ? നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ ഇവിടെ വീട്ടിൻ്റെ അവിടെയൊക്കെ. നല്ല വൈകിട്ടത്തെ വിശേഷം വരെ ഇന്നലത്തെ വീഡിയോയിൽ, അത് കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോയിലാണ് കേട്ടോ. ഈ ചെടി ഒരു നല്ല ഫ്രൂട്ടാണ് കേട്ടോ, നല്ല ടേസ്റ്റും ഒത്തിരി ഗുണങ്ങളേറിയതാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ നമ്മൾ വൈകിട്ടായപ്പോൾ റവ ലഡ്ഡു ഉണ്ടാക്കാനായിട്ട് റവയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യിൽ വറുത്ത് കാഷ്നട്ട് മുന്തിരിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പടക്കൊക്കെ ആൾക്കാർ വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നൊന്നും അറിയത്തില്ല. ആദ്യം റവയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പഞ്ചസാര മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. കാഷ്നട്ട് മുന്തിരിയൊക്കെ നെയ്യിൽ വരട്ടി അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വച്ച് നന്നായിട്ട് ചൂടാക്കിയ ശേഷമാണ് നമ്മൾ ലഡുവിനായിട്ട് ഉരുട്ടിയെടുക്കുന്നത്. അപ്പം ഇന്നലെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം 2-3 ദിവസം തമിഴ്നാട്ടിലെ വീഡിയോ ആണ്. എല്ലാവരും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ പഞ്ചസാരയുടെ നനവ് കാരണം നല്ല പഞ്ചസാര ഇങ്ങനെ ഉരുകി അടുപ്പിൽ വെച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പഞ്ചസാരയൊക്കെ ഉരുകി വരും. ആണെങ്കിൽ ഷോപ്പിലത്തേക്ക് ഇഡ്ഡലിയൊക്കെ കൊണ്ടുപോകണമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇഡ്ഡലി, സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാഫുകൾക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് അതൊക്കെ ചെയ്തു. നല്ല രസമാണ് ഇവിടെ ദീപാവലിയൊക്കെ. തമിഴ്നാട്ടിൽ തന്നെ പൊളിക്കണം. അപ്പം എല്ലാ വിശേഷങ്ങളും നിങ്ങളെയും കൂടെ അറിയിക്കാനായിട്ട് എനിക്ക് താല്പര്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരോടും വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ടല്ലോ, അതിനുശേഷം പാലുണ്ടല്ലോ, പാല് കാച്ചിയതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ഉരുട്ടി ലഡുവിൻ്റെ പരുവത്തിൽ എടുക്കുകയാണ് കേട്ടോ ചേച്ചി ചെയ്യുന്നത്. ഈ നമ്മൾ ലഡുവൊക്കെ ഉരുട്ടി വെച്ചതിന് ശേഷം കിടന്നിറങ്ങിയിട്ട് അതിന് പിറ്റേ ദിവസം രാവിലെയുള്ള വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റിട്ട് വീണ്ടും രാത്രി നൈറ്റ് സ്റ്റാഫുകൾക്കൊക്കെ ഇഡ്ഡലിയൊക്കെ കൊടുത്തു വിട്ടു, സാമ്പാറൊക്കെ ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും രാവിലത്തെ ഡ്യൂട്ടി തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഇഡ്ഡലിയാണ് രാവിലെ ഉണ്ടാക്കിയത്. ഒത്തിരി ജോലിയുള്ള ദിവസമാണ് കേട്ടോ ചേച്ചിക്ക്. അപ്പോൾ ചമ്മന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊരിക്കടല ചമ്മന്തിയാണ്. തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ ഉള്ളിയൊക്കെ വശക്കിയിട്ട് ഉള്ളൊരു ചമ്മന്തിയാണ്. ഇതാണെങ്കിൽ റാഗി കാച്ചിയതാണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ്. റാഗി ഞാൻ കാച്ചാറുണ്ട്, പാലൊഴിച്ച് കാച്ചാറുണ്ട്. ഇത് തൈര്, റാഗി ഇങ്ങനെ കാച്ചതിന് ശേഷം നമ്മൾ കുറച്ച് തൈര് ഇതിലോട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. തേങ്ങ അരയ്ക്കാതെ തന്നെ പൊരിക്കടല ഇട്ടിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കി. നമ്മൾ ഇന്നലെ നൈറ്റ് ലഡ്ഡു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇവിടെയാണെങ്കിൽ വെള്ളം ഓണയിൽ കൊണ്ടുവരാണ് ചെയ്തതാണ് കേട്ടോ. ആഴ്ചയിലൊരിക്കലൊക്കെ വെള്ളം ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ, കുടിക്കാനുള്ള വെള്ളം. അങ്ങനെ മേടിക്കുന്നതാണേ വെള്ളം. അങ്ങനെ ഇന്ന് വെള്ളം കൊണ്ടുവരുന്ന ദിവസമാണ്. പിന്നെ ചേച്ചിക്ക് മൊത്തം തുടപ്പും കഴുകിയിറക്കാണ്. ഇത് ചേച്ചിയുടെ ടോമിയാണ് കേട്ടോ. ആ ടോമിയൊക്കെ ചേച്ചി കുളിപ്പിച്ചു. എന്നിട്ട് നമ്മൾ എല്ലാവരും കാപ്പിയൊക്കെ കുടിക്കാൻ പോവാണേ. അങ്ങനെ തലേ ദിവസത്തെ സാമ്പാറും ചമ്മന്തിയും തക്കാളി ചട്നി, ചേച്ചിയുടെ തക്കാളി ചട്നി ഭയങ്കര ടേസ്റ്റുള്ളതാണേ. അങ്ങനെ അതൊക്കെ വെച്ച് കഴിച്ചു. പിന്നെ പുറത്ത് പോവേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് നമ്മളിന്ന് ഉച്ചയ്ക്ക് തക്കാളി ചോറ് വയ്ക്കാമെന്ന് കരുതി. അതൊരു മിക്സി ജാറിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില ഒക്കെ കൂടി ചേച്ചി നല്ല പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കുക്കർ വച്ചിട്ട് അതിലേക്ക് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ വശക്കി കൊടുത്തു, പച്ചമുളകൊക്കെ ഇട്ടു. ഈ പരുവത്തിൽ അരച്ചെടുത്തു. അപ്പോൾ നമ്മൾ മല്ലിയിലയൊക്കെ ആരും കളയത്തില്ലല്ലോ, അതിന് വേണ്ടിയാണ് ചേച്ചി ഇങ്ങനെ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വശക്കിയതിന് ശേഷം തക്കാളി, നല്ല പഴുത്ത തക്കാളി, നല്ല ചുമന്ന തക്കാളിയാണ് കേട്ടോ. നല്ല നാടൻ തക്കാളി, നാടൻ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് വശക്കിയതിന് ശേഷം മല്ലിപ്പൊടി, മസാല, മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് എല്ലാം കൂടി നല്ല രീതിയിൽ വഴറ്റി കൊടുക്കും കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ അരിയൊക്കെ കഴുകി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത്ര അരി എടുക്കുന്നത് അതിന് ഇരട്ടി വെള്ളമാണ് വയ്ക്കേണ്ടത്. ആ മുന്നേ തക്കാളി ചോറിൻ്റെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല ഈസിയാണ് കേട്ടോ. ചേച്ചി ഇന്നിവിടെ ഡൊപ്പേരിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇവിടെ ഡൊപ്പേരിയുടെ ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ അരിയിട്ട് തന്നെ നമ്മളിപ്പോൾ തക്കാളി ചോറും കൂടി ഉണ്ടാക്കി. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാകത്തിന് വെള്ളവും ഒഴിച്ച് അതിന് ശേഷം ചേച്ചി അരിയൊക്കെ വെള്ളം തിളച്ച് വരാറുമ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു, പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് സലാഡിനൊക്കെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഈ തൈരാണ് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ അടുത്ത കടകളിലൊക്കെ 10 രൂപയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, കുട്ടി തൈരിൻ്റെ പാക്കറ്റാണ്. ഇതാണ് നമ്മൾ റാഗിയിലൊക്കെ ഒഴിച്ചതൊക്കെ. റാഗി നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി ഞാൻ ഇതുപോലെ കുടിക്കത്തുള്ളൂ, പാലൊന്നും ഒഴിക്കത്തില്ല. നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. സലാഡും കൂടി ഉണ്ടാക്കി. പിന്നെ വേണ്ട ഈ പൊരിക്കടല ഉണ്ടല്ലോ, പൊരിക്കടല വെച്ചിട്ട് ഒരു ഉണ്ട തയ്യാറാക്കാൻ പോകണേ. ഇത് ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ആദ്യം പൊരിക്കടല എടുത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 4 കപ്പ്, ചെറിയൊരു 4 കപ്പാണ് ആ പൊരിക്കടല അതേപടി പൊടിച്ചെടുത്ത് മാറ്റിയിട്ട് അതേ കണക്കിൽ ആ ബൗളിൽ തന്നെ 4 കിണ്ണം പഞ്ചസാരയും കൂടെ പൊടിച്ച് ഇതിലോട്ട് തട്ടി, ഏലക്കായും കൂടെ പൊടിച്ച് തട്ടിയതിന് ശേഷം എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിൽ കിസ്മിസും കൂടെ വറുത്തെടുത്തിട്ട് അതെല്ലാം കൂടെ ചേർത്ത് ഇതിലോട്ട് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഉരുണ്ട പിടിക്കുകയാണ് ചെയ്യുന്നത്. പൊരിക്കടല ഉണ്ടാന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ, ഞാൻ മുന്നേ കഴിക്കുന്നതാണ്. അങ്ങനെ ഇതെല്ലാം മിക്സ് ആയ ശേഷം ഞാനും ചേച്ചിയും കൂടെ അതിനെ മൗണ്ടാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇത് പിന്നെ വേറെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഉരുട്ടി അങ്ങ് മാവ് മാറ്റി വെച്ചിരുന്നാൽ മതി കേട്ടോ. നമ്മൾ നനച്ചൊക്കെ കഴിഞ്ഞു. തുണിയൊക്കെ അലക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുളിച്ചു, ചോറൊക്കെ കഴിച്ച് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം, അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ തുണിയൊക്കെ വിരിക്കാനായിട്ട് വന്നതാണ്. പക്ഷേ വെയിലൊക്കെ നല്ല 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 ഭംഗിയുണ്ടല്ലേ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ അടുത്ത വീഡിയോക്ക് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പാർട്ട് 2 ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അങ്ങനെ നാളെ ദീപാവലി സ്പെഷ്യൽ. അങ്ങനെ 4-5 ദിവസം തമിഴ്നാട് വിശേഷങ്ങളാണ്. എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ തമിഴ്നാട്ടിലെ മാർക്കറ്റൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ ഇനി എന്താണ് നമ്മൾ അടുത്തതായിട്ട് തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ റെഡിയായി മാർക്കറ്റിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങളും കൂടി കുറച്ച് എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ റെഡിയായി നിന്നപ്പോൾ നമ്മുടെ പശു വീണ്ടും വന്ന് നിൽപ്പുണ്ട് കേട്ടോ. 3-4 എണ്ണം ഉണ്ട്. അങ്ങനെ ഞാനും ചെറുക്കുട്ടനും പോയി അവിടെ പോയി നോക്കിക്കൊണ്ടൊക്കെ നിൽക്കാറുണ്ട്. എല്ലാത്തിൻ്റെ കഴുത്തിൽ ഇങ്ങനെ മണി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ ചെറുക്കുട്ടന് ഭയങ്കര വെപ്രാളമാണ്, പശു വന്നിട്ടുണ്ടെന്നറിയാം. അങ്ങനെ ഞാനും ചെറുക്കുട്ടനും കൂടെ പോയി പശുവിനെയൊക്കെ നോക്കിയിട്ട് വന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പടക്കം വയ്ക്കുന്ന സൗണ്ടാണെന്ന് തോന്നുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ നല്ല ഒത്തിരി പടക്കുകളൊക്കെ ആൾക്കാരൊക്കെ വച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ നാളെയാണ് വയ്ക്കുന്നത് കേട്ടോ. ഇന്നെല്ലാവരും തിരക്കാണ്, എല്ലാവരും ഷോപ്പിലൊക്കെയാണ്, നല്ല തിരക്കിലാണ്. അങ്ങനെ മോളും ഞാനും ചേച്ചിയും ചെറുക്കൂട്ടനുമായിട്ട് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ കയറിയപ്പോൾ തന്നെ ഇഞ്ചിയൊക്കെ നല്ല വെജിറ്റബിൾസൊക്കെ നല്ല കൃഷി ചെയ്ത് കിട്ടുന്നതല്ലേ, നല്ല ലാഭത്തിൽ കിട്ടും, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ. ആ ഫ്രഷ്നെസ് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. നമ്മുടെ മല്ലിയില, കറിവേപ്പില, പുതിന ഇലയൊക്കെ നല്ല പിഴുതെടുത്ത് അങ്ങനെ വച്ചിരിക്കുന്ന. പിന്നെ ഇതാണ്ട് അടുത്ത കയറി പോകുമ്പോൾ തന്നെ നമുക്ക് സബോള, വെളുത്തുള്ളിയൊക്കെ, സബോളയൊക്കെ 2-3 ഐറ്റം വലുത് ചെറുതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി കുറച്ച് സബോള, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ചേച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു. കടയുടെ പുറത്ത് ഒത്തിരി കടകളുണ്ട് കേട്ടോ. ഇത് വലിയ മാർക്കറ്റിനകത്താണ് കേട്ടോ. അതിനകത്ത് നമ്മൾ മഴ പെയ്താലൊന്നും നനയത്തില്ല. മഴയൊക്കെ നല്ല ഇരുണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് അയ്യോ പെട്ടു എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, നാളത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. ഈ തക്കാളിയൊക്കെ കണ്ടില്ലേ, നാടൻ തക്കാളിയാണ്. പിന്നെ ഇതാണ്ട് ഈ കുഞ്ഞ് എന്താ കത്തിരിക്ക. അപ്പോൾ എനിക്കിതൊക്കെ നാട്ടിൽ മേടിച്ചിട്ട് പോയിട്ട് ഈ കുഞ്ഞ് കത്തിരിക്കയിട്ടൊക്കെ കറി വയ്ക്കുമല്ലോ, അപ്പോൾ അതൊക്കെ വയ്ക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊക്കെ ചുമന്ന് കൊണ്ട് പോകണ്ടേ, പറ്റിയാലൊന്ന് പോകണം വാങ്ങിച്ചിട്ട്. അതൊക്കെ സാധനങ്ങളൊക്കെ പേക്ക് ചെയ്തിട്ട് ഒത്തിരി സാധനങ്ങളില്ലെങ്കിൽ ആ കത്തിരിക്കയൊക്കെ മേടിച്ചിട്ട് പോകണം. അതാണ് ഈ പേയങ്കായില്ലേ, പേയങ്ക പഴുത്തതൊക്കെയാണ് ഇവിടെ ആൾക്കാർ ഒത്തിരി പേര് വാങ്ങാറുണ്ട്. നമ്മളൊക്കെ ഞാനൊന്നും വീട്ടിൽ കഴിക്കാറ് പോലുമില്ല പേയങ്കായൊന്നും. അവയലിനൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളടുത്ത് പഴുത്ത് കഴിഞ്ഞാൽ കളയാറല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടെ എല്ലാം പേയങ്കായൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ മേടിച്ചു. പിന്നെ നാരങ്ങ, നാർത്തങ്ക, ഇലയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ മാർക്കറ്റിൽ.
എല്ലാവരും ഇല തന്നെ മേടിച്ചുകൊണ്ട് പോകുന്ന അത്രയും കേട്ടോ. അങ്ങനെ നമ്മളും ഇലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്ന അതൊക്കെ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും കാണിക്കാനായിട്ട് പൂക്കട സെപ്പറേറ്റ് ഒത്തിരി പൂക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തതായിട്ട് പലഹാരം ഉണ്ടാക്കണം, പിന്നെ ഗസ്റ്റൊക്കെ വരുന്നുണ്ട്, കാപ്പി ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ പോവാണ് കേട്ടോ. ആ വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോ കാണാം. എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നമ്മൾ തിരിച്ചിറങ്ങാറായപ്പം നല്ല തിരക്കായി, എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീടെത്തിയാൽ മതി എന്നായിപ്പോയി. അങ്ങനെ തിരിച്ചിറങ്ങി ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ വരുവാണേ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടാറ്റാ ബൈ ബൈ, സീ യു.